പൃഥ്വിരാജിന്റെ കാര്യം അങ്ങനെയല്ല. പൃഥ്വിരാജ് നേരത്തെ തന്നെ ഈ സേവ് ലക്ഷദ്വീപ് വന്നില്ല. അവിടെ മുതൽ പൃഥ്വിരാജ് നാഷണലിസ്റ്റുകളുടെ ഫയറിംഗ് റേഞ്ചിലായി. CA വിഷയത്തിൽ ഐ ഡോണ്ട് നോ ഫോർ വാട്ട് പർപ്പസ് ഹി എൻഗേജ്ഡ് ഇൻ ദോസ് മാറ്റേഴ്സ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതുപോലത്തെ വിവാദ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ലായിരുന്നു. മമ്മൂട്ടി ഇടപെടുന്നില്ല. മമ്മൂട്ടിക്ക് അറിയാം ഇത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, എവിടെയെങ്കിലും ചെന്നിക്കൊള്ളു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ മൗനമാണ് നല്ലത്. മമ്മൂട്ടി മോഹൻലാലൊന്നും മിണ്ടിയില്ല. ആ ഒരു വിവേകം പൃഥ്വിരാജിനുണ്ടായില്ല. അല്ലെങ്കിൽ പൃഥ്വിരാജിന് അതിനോടൊരു ഐക്യദാർഢ്യമുണ്ട്. അതുകൊണ്ട് CA വന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് പൃഥ്വിരാജിന് ഇനി തിരിച്ച് ആ റൈറ്റ് വിങ്ങിന്റെ ഗുഡ് വിൽ കിട്ടാൻ പ്രയാസമാണ്. ബട്ട് ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഭയുള്ള നടനാണ് പൃഥ്വിരാജ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് ഹിസ് ചോയ്സ്. ഒരു പ്രത്യേക ഗ്രൂപ്പുമായിട്ട് അലൈൻ ചെയ്ത് പോകാം എന്ന് പൃഥ്വിരാജ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വെൽ, അദ്ദേഹത്തിന് അതിൻ്റെ അവകാശമുണ്ട്, ചെയ്തോട്ടെ. ബട്ട് മോഹൻലാൽ അങ്ങനെയല്ല. മോഹൻലാൽ ഈ ഒരു ഡാമേജ് അതിൽ നിന്ന് മോഹൻലാൽ പുറത്ത് കിടക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്ത് തിരിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് നോ, ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. മാത്രമല്ല വളരെ ഡീസൻ്റ് ആയിട്ട് അദ്ദേഹം മാപ്പല്ല, ഖേദം പ്രകടിപ്പിച്ചു. ഖേദവും മാപ്പും തമ്മിലൊരു വ്യത്യാസമുണ്ട്. റിഗ്രറ്റ് ആൻഡ് അപ്പോളജി. അപ്പോൾ ശരി, അപ്പോളജി ആയിരുന്നു പറയേണ്ടിയിരുന്നത്. ഓഫ്കോഴ്സ് ഖേദം പറഞ്ഞു. ഇപ്പോൾ 21 കട്ടും പിന്നെ കുറേ മ്യൂട്ടും അതും ഇതുമൊക്കെ ആയി. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ യൂണിഫോം എടുത്ത് മാറ്റും എന്നൊക്കെ പറയുന്നത് ഒരു വെഞ്ചൻസ് പോലെ തോന്നും. അത്രയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു.